ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദോശമാവ് ഉപയോഗിച്ച് നമുക്കൊരു തമിഴ്നാടൻ സ്റ്റൈല് പലഹാരം ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് കുഴിപ്പനിയാരം എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇവിടെ 2 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതിനൂടെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയുമാണ് പനിയാരം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് പനിയാരം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉഴുന്നാണ് വേണ്ടത്. നമുക്ക് ഈ ഉഴുന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് നമ്മൾ സാധാരണ കറികളൊക്കെ വെക്കുന്ന പോലെ ഗോൾഡൻ കളറൊന്നും ആവേണ്ട സവാള, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ അത് ജസ്റ്റ് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ദോശ, ഇഡ്ഡലി മാവ് എന്തായാലും നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ എപ്പോഴെങ്കിലുമൊക്കെ എല്ലാ വീടുകളിലും കാണും. അപ്പം ഒന്നുകിൽ രാവിലെ ഒക്കെ നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകിട്ടും അത് തന്നെ കഴിക്കാൻ ചില കുട്ടികൾക്ക് താല്പര്യമില്ല. അപ്പോൾ നമുക്കാണെങ്കിലും അല്ലേ, അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കേട്ടോ ഉച്ചയ്ക്കൊക്കെ കൊടുത്തും വിടാം. ഇത് ചട്നിയുടെ കൂടെയോ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കേട്ടോ. തേങ്ങാ ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു പലഹാരമാണ്. ചമ്മന്തി ഇല്ലെങ്കിൽ പോലും നമുക്ക് അല്ലാണ്ട് സ്നാക്സ് ആയിട്ടും ഇത് കഴിക്കാൻ പറ്റും. എന്തായാലും ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ മിക്സ് ഇത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതിട്ടിട്ടുണ്ട്. ഇതൊന്നിനി മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ ദോശ മാവിലേക്ക് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ മാവ്. അത്യാവശ്യം കുറച്ച് തിക്നെസ് ഒക്കെ വേണം. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി നമ്മൾ റെഡിയാക്കിയത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് എണ്ണ ഈ എല്ലാ കുഴികളിലും കുറച്ച് എണ്ണ വെച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് ഒരു ചെറിയ സ്പൂൺ പോലെ എണ്ണ നമുക്ക് ഈ കുഴികളിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എല്ലായിടത്തും എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് അടുപ്പ് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം. നല്ല രീതിയിൽ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഓരോ സ്പൂണായിട്ട് നമുക്കിതിലേക്ക് കോരി ഒഴിക്കാം. ഒരുപാട് നിറച്ചൊഴിക്കരുത് കേട്ടോ, തുളുമ്പി ഒഴിക്കരുത്. ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരുപാട് നിറച്ചൊഴിച്ചാൽ നമുക്കിത് തിരിച്ചിടാൻ പറ്റില്ല. അപ്പം ഒരുപാട് നിറഞ്ഞു പോകാതെ നോക്കണം. ഞാൻ ഫോണും കൂടെ പിടിച്ചേക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി.
ഉണ്ടല്ലേ, ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒരു 2-3 മിനിറ്റ് അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചത് വെച്ച് വേണം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവശം കരിഞ്ഞു പോകും. ഇതിങ്ങനെയുണ്ട്, ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു ഗോൾഡൻ കളറാകും. നമ്മൾ ആദ്യം ഒഴിച്ചത് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വേവ് കറക്റ്റായിരിക്കും. കണ്ടില്ല, ആദ്യം ഒഴിച്ചതിന് കറക്റ്റ് ഗോൾഡൻ കളർ കൂടുതലാണ്. കാരണം അത് നമ്മൾ ആദ്യം ഒഴിച്ചത് കൊണ്ട് അത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. എന്നാലും കണ്ടില്ല, നമ്മളെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അതേപോലെ കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ ആദ്യം വെച്ച അത്രയും നേരം പിന്നീട് വെക്കേണ്ട, കാരണം ഓൾറെഡി അതൊന്ന് നല്ല രീതിയിലൊന്ന് വെന്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇത് എന്തായാലും നമുക്ക് എടുത്ത് നോക്കാം. നല്ല സ്വാദിഷ്ടമായ പനിയാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ പലഹാരം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നമ്മളുടെയൊക്കെ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദോശമാവ്, ഇഡ്ഡലി മാവ് കാണാതിരിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് ഇത്. നമുക്ക് തേങ്ങാ ചട്നി അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ചട്നി ഇതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.